ഗൈസ് ഇത് ഓലയുടെ ജെൻ 3 ആണ് മോഡൽ. എക്സ് ആണ് വണ്ടി. അതായത് 7 കിലോവാട്ട് മിഡ് ഡ്രൈവ് മോട്ടർ വിത്ത് ചെയിൻ ഡ്രൈവ് വരുന്ന വണ്ടിയാണത്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഹിൽ ക്ലൈംബ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ വണ്ടി എത്രത്തോളം കയറ്റം കയറും വലിക്കും എന്നുള്ള കാര്യം അതായത് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ വണ്ടിയിൽ 3 റൈഡിംഗ് മോഡുണ്ട്. ഇക്കോ, നോർമൽ, സ്പോർട്ട്, അങ്ങനെ 3 റൈഡിംഗ് മോഡാണ് ഈ വണ്ടിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മോഡലും വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കും. ഇക്കോയിലും അതേപോലെ തന്നെ നോർമലിലും സ്പോർട്ടിലും എങ്ങനെയാണ് വണ്ടിയുടെ പവർ പുള്ളിങ് എന്നുള്ള കാര്യം, കയറ്റം കയറും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇറക്കം ഇറങ്ങണം. അതിന് പറ്റിയൊരു സ്പോട്ട് ഇറക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നോർമലിലാണ്. ഞാൻ ഇറക്കം തപ്പി പോട്ടെ. വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ഇതായി തോന്നുന്നുണ്ട്. എൻ്റെ ഒരു റൈഡിങ് ബ്രേക്ക് ടച്ച് ഇവിടെ ബ്രേക്ക് ടച്ച് നടത്താവുന്നതാണല്ലേ. ഇതുണ്ടോ ബ്രേക്ക്? പക്ഷേ എനിക്കൊന്നുകൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒരു റീജൻ ബ്രേക്കിങ്ങാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ പോകുമ്പോൾ പോലും നമുക്ക് റീജൻ ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത് നല്ലൊരു കയറ്റമാണ്. അപ്പോൾ അത് തിരിച്ച് വീട്ടിൽ നോക്കുക. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള കയറ്റം. ഇത്രയും വലിയൊരു കയറ്റമാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് നോർമലാണ് സംഭവം കിടക്കുന്നത്. അല്ല, നമുക്ക് ഫസ്റ്റ് കോലക്ക് മാറ്റി വെക്കാം. സോറി, ഫോട്ടോ മാറി കോലക്ക് മാറ്റി വെക്കാം. കോയിൽ കയറുക. വളരെ പതുക്കെയാണ് കേട്ടോ. അതാ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറി പോകുന്നുണ്ട്. ഒരു നല്ലൊരു കയറ്റമാണ്. എനിക്കൊരു 10-65 കിലോയെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കയറ്റം ഇത് എനിക്ക് വളരെ സിമ്പിളായിട്ടെന്ന് പറയാൻ പറ്റില്ല. വണ്ടി കയറി പോകും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് വണ്ടി നോർമൽ മോഡിൽ എങ്ങനെ കയറി പോകും, സ്പോർട്സ് മോഡിൽ എങ്ങനെ കയറി പോകുന്നുള്ള കാര്യം. അപ്പോൾ കയറ്റം കയറി ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഓക്കെ ആയി. ഇനി നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പോവാം. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീജനും ബ്രേക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് കൺസിഡർ. ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത്. റീജനും ബ്രേക്കിങ്ങും നമ്മൾ ഒരുമിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി അതുകൂടെ നമുക്ക് ബ്രേക്കിങ് കിട്ടും. നമ്മൾ വീണ്ടും വന്നു. നമ്മൾ ഇനി കയറ്റാൻ പോകുന്ന മോഡ് നോർമലാണ്. ഇപ്പോൾ നമുക്ക് ഇത്തരം പോയി കിട്ടുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും നോർമലിലേക്ക് എന്നുള്ളത് നോക്കാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ മോഡ് നോർമലിലേക്ക് ആക്കി വണ്ടി കൈ കൊടുത്തു. വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി കയറി അത് ഏറ്റെടുത്തു. ആ ഒരു പവറിനെ ഏറ്റെടുത്തു. അതിനാണ് സിമ്പിൾ. അവിടെ നിന്ന് നിർത്തി എടുത്തുകൊണ്ടായിരിക്കാം ആ ഒരു കയറ്റം അതുപോലെ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഫുള്ളായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി സ്പോർട്സ് മോഡിൽ എന്തായിരിക്കും കൂടി നോക്കാം. ബ്രേക്ക് കുറവാട്ടോ. നമ്മുടെ ഡ്രം ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ഇക്കോ മോഡിൽ തന്നെ ഇത് കണ്ടത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സ്പോട്ടിൽ നമ്മളിത് മോഡ് നോർമൽ ചേഞ്ച് ചെയ്യാണ്. സ്പോട്ടിലേക്ക് ഇട്ടു. എന്നിട്ടെടുത്തു.
കയറി പോകും. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ക്ലൈംബ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ വണ്ടിക്ക് ഒരു കാരണവശാലും പവർ ലോസോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ വെച്ച് നോക്കുന്ന സമയത്ത് കയറ്റം കയറാതിരിക്കുന്ന വിഷയം വരത്തില്ല. നമ്മൾ ലോഡ് വണ്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, കാരണം അതിൻ്റെ 7 കിലോവാട്ട് വരുന്ന മോട്ടർ തന്നെയാണ്. ഇത് ചെയിൻ ഡ്രൈവ്, പവർ ലോസ് വളരെ വളരെ കുറവാണ്. സെഗ്മെൻറ്റിലെ മറ്റ് വണ്ടികൾ ഹബ് മോട്ടർ വരുന്നുണ്ട്, ഹബ് മോട്ടർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബെൽ ഡ്രൈവും വരുന്നുണ്ട്. പക്ഷേ അതിന് പവർ ലോസ് കൂടുതലാണ്.